പെരിങ്ങള്ളൂർ നടന്ന AG കൺവെൻഷനിൽ സമീപ സ്ഥലത്തുള്ള അല്ലെങ്കിൽ പ്രദേശവാസികൾ പലരും അവിടെ സുവിശേഷ പ്രസംഗത്തിനെതിരെ വളരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ വാർത്ത കണ്ടപ്പോൾ എന്നെ വല്ലാതെ ആ വിഷയം അതിശയിപ്പിച്ചു. കാരണം പെരിങ്ങള്ളൂർ നിവാസികൾ എനിക്കറിയാവുന്നിടത്തോളം പെന്തക്കോസ്തുകാരുമായി വിശ്വാസ സമൂഹമായി നല്ല സഹവർത്തിത്വം, സാഹോദര്യ സ്നേഹബന്ധം പുലർത്തുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ്. എനിക്ക് ആ ദേശത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ആയൂർ പെരിങ്ങള്ളൂരിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അവിടെ ഉള്ളവർ ഒരിക്കലും അത്തരത്തിൽ പ്രതികരിച്ചതായിട്ട് നാളിതുവരെ കേട്ടിട്ടില്ല. എന്നാൽ എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളത് എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തി. പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ അവിടെ നടന്ന പ്രസംഗ പരമ്പരയുടെ വീഡിയോ കണ്ടപ്പോൾ അതിന് കാരണം പൂർണ്ണമായിട്ട് എനിക്ക് പിടികിട്ടി. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് പറ, നാട്ടുകാർ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിനകത്തൊരു പങ്ക് നമ്മുടെ സമൂഹത്തിലുള്ളവരുടെ വിവരക്കേടിൻ്റെ പ്രസംഗക്കാരുടെ നമ്മുടെയൊക്കെ പരിജ്ഞാനമില്ലായ്മയുടെയും കൂടെ കാരണമില്ലേ? ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്ക്. ഈ ദേശത്ത് ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മർത്തോമാക്കാരേ ഉള്ളൂ എന്ന് ഈ ശബ്ദപരിധി കേൾക്കുന്നിടത്ത് അത്രേ ഉള്ളൂ എന്ന അറിവ് കിട്ടിയേക്കുന്നത് സത്രം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ളതാ എന്ന് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്തിനാ എന്തുവാ സ്നാനം? ആർക്കറിയാ സ്നാനം? ഇവ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചിട്ട് എടാ എന്ന് പോലും പറയാൻ വയ്യാത്ത കൊച്ചിനെയും അല്ലെങ്കിൽ അവൻ ആട്ടുകല്ലും ഉണ്ടാക്കി വെച്ചിട്ട് അതീ തരിച്ച് മാമാ ജയിച്ച ഉണ്ടാക്കട്ട. യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ. ഏറ്റവും കൂടുതൽ വൃത്തിയേടാക്കിയത് ഇവിടുത്തെ കത്തോലിക്കരും ഓർത്തഡോക്സുകാരോ യേശുവിന്റെ അമ്മയെ വൃത്തിയേടാക്കി കളഞ്ഞ്. ഞങ്ങളാ അവരെ വിശുദ്ധയായിട്ട് അംഗീകരിക്കുന്നത്. ഞങ്ങളാ അവരെ ഫോളോ ചെയ്യുന്നത്. സ്വോത്രം ചെയ്യുന്നു. കാനാവിലെ കല്യാണം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അമ്പലത്തിൽ പെരുന്നാള് വേടി പടക്കം റാസ ഡുണ്ടുണ്ടു പി ക്രിസ്മസ് മണ്ണാങ്കട്ട സകലതും നടത്തി എന്റെ ദേശത്ത് അന്ധവിശ്വാസത്തെ വളർത്തുവാൻ എന്നെ പോലെ പൈസ ആരും ചെലവാക്കിയിട്ടില്ല. നിന്റെ 3 കുർബാന മണ്ണാങ്കട്ട. ഞങ്ങളൊക്കെ ഒരുപാട് 3 കുർബാന പിന്നെ 7 കുർബാനയുണ്ട്. അത് നടത്താനായിട്ടിരുന്ന് ഞങ്ങള് സ്വോത്രം ചെയ്യും. എന്തേ ഈ വർഷം സ്വർഗത്തിൽ കയറ്റിയിട്ട് അടുത്ത വർഷം കേറിയില്ലേ? അത് പിന്നെ എന്തോ നീ കുർബാന നടത്തുന്നത്? ഡുണ്ടും ബിപിപിയും നാളുപോലെ കർത്താവിനെ കൊണ്ടുവന്ന് തെണ്ടി വാതിലിൽ മുട്ടി പൈസ മേടിക്കുന്ന ഇടപാടൊക്കെ നിർത്തിക്കോണം. ദുഃഖ വെള്ളിയാഴ്ച അയ്യക്ക ആശാരി ഉണ്ടാക്കിയ കുരിശം വെച്ചിട്ട് അല്ലെ തലയെടുത്ത് ഓലക്കാലം കൊണ്ട് അയ്യക്ക. എടാ നിന്റെ അമ്പരചുംബിയോലം ഉണ്ടാക്കിയ കൊത്തുപണിയും മിനുക്കുപണിയും അല്ലെങ്കിൽ ആശാരി ഉണ്ടാക്കിയ തട്ട ഉണ്ടാക്കിയ യേശുവിന്റെ രൂപവും മറിയത്തിന്റെ രൂപവും മണ്ണാങ്കട്ടയും വിഗ്രഹവും ഒക്കെ എടുത്ത് അടിച്ചെടുത്ത് അയ്യത്താണ്. 8 കോടിയുടെ പള്ളി, 10 കോടി അല്ലെങ്കിൽ 10 കോടിയുടെ പള്ളി, 30 കോടിയുടെ അമ്പലം, 30 കോടിയുടെ മോശം മത ഉപദേഷ്ടാവ് എന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പോപ്പിൽ അവനെ പോലെ ഇനി ഒരുത്തൻ ജനിക്കാൻ പോകുന്നില്ലെന്നും അവൻ രാത്രിയിൽ യേശു എന്ന് പറഞ്ഞ ആമേൻ ആമേൻ. യേശു എന്ന് പറഞ്ഞേ അവനോട് പറയാ. യേശു പറയാ ആമേൻ. ഇവിടുത്തെ അച്ഛന്മാര് തിരുമേനിമാര് പോപ്പ് നിന്നോട് പറയുന്നു ആമേൻ ആമേൻ. നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കാണാൻ നിനക്ക് കണി കാണാൻ പറ്റും. അത് കേട്ടപ്പോ ഏറ്റവും വലിയ വൃത്തിയോടല്ലേ പറഞ്ഞു. ഇതുപോലൊരു വൃത്തിയോട്ടവൻ ലോകത്തുണ്ടോ? ഇട ഇപ്പോഴാണെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ വെച്ചാൽ ചെബുക്കന്നെ നോക്കി അടിക്കത്തില്ല. അവൻ എന്തോ വൃത്തിയോടാ പറഞ്ഞേ? അവൻ അമ്മയുടെ പേര് പറഞ്ഞിട്ടോ എന്തൊരു ചീത്തയാ പറഞ്ഞവൻ. വല്ല വിവരമുണ്ടോ? ആചാര്യ വല്ല വിവരമുണ്ടോ? എന്തോ പറഞ്ഞവൻ? അല്ലാതെ ഓലമടലും എടുത്തോണ്ട് പോയിട്ട് മറിയാമേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിമല മെത്രാനേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പിന്നെന്തോ ഗീവർഗീസ് കുന്തറ പറങ്ങാണ്ടിയേ എനിക്ക് വേണ്ടി. നിങ്ങൾ ഈ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ തന്നെ പറ, എന്തുമാത്രം വിവരക്കേടാ? കഞ്ചാവോ ചാരായമോ അങ്ങനെ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ബോധം കെട്ട് വിവരമില്ലാത്തവർക്ക് മാത്രമേ ഇതുപോലെ പറയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പരിജ്ഞാനമുള്ള ദൈവിക ശുശ്രൂഷകന്മാരാരും ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ പരസ്യ യോഗങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പറയില്ല. മൈക്ക് കൈ കിട്ടിയാൽ എല്ലാം ആയെന്നാണോ പ്രസംഗർ വിശ്വസിക്കുന്നത്? ഒരു വേദി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റാരേക്കാളും വലിയ ആളെന്നുള്ളൊരു ഭാവം, എല്ലാം തികഞ്ഞു എന്നൊരു ഭാവം
പല പ്രസംഗരെയും അധിക നാൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പേ നിലത്തു വീഴത്തക്കവണ്ണം കാരണമാക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നൊരു പ്രഭാഷകൻ ഒരു വേദിയിൽ തൻ്റെ പ്രസംഗത്തിന് കൈയടിക്കാത്തതിൻ്റെ പേരിൽ, താൻ പ്രതീക്ഷിക്കുന്ന പോലെ പ്രതികരിക്കാത്തതിൻ്റെ പേരിൽ വളരെ വൈകാരികമായി വല്ലാത്തൊരു ബോഡി ലാംഗ്വേജോടുകൂടെ, സംസാര ശൈലിയോടുകൂടെ കേൾവിക്കാരെയും പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരെയൊക്കെ വളരെ ആക്രോശത്തോടുകൂടെ വാക്കുകൊണ്ട് ആക്രമിക്കുന്ന ഒരു കാഴ്ച വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ പാസിന്റെ ഒക്കെ ഒരു ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളൊക്കെ എന്ത് കാര്യ സഭ പ്രസംഗിക്കുന്നേ? സ്തോത്രം. യാതൊരു പ്രതിബദ്ധതയില്ലാത്ത നിലകളിൽ ചങ്കുപൊട്ടി കാര്യം പറയുന്നത് എന്തിനാണെന്നറിയാമോ? സഭയുണരാൻ, ദേശം പിടിവിക്കപ്പെടാനാ. സ്തോത്രം. പിശാചിന് മേലുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ ഇറങ്ങി വന്ന് അവന്റെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്നേരം ഒരു വക ഇരിപ്പും നോട്ടും. പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, പറയാതിരിക്കാൻ പറ്റില്ല. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന ഒരു ഭാഷാ ശൈലി പ്രയോഗം നാട്ടിലൊക്കെ ഉണ്ട്. അതുപോലെ വേദപുസ്തകം എടുത്ത് 2 വാക്ക് പറയാൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പ്രഭാഷകരായി, എല്ലാവരും പാസ്റ്റർമാരായി. വേദി കൊടുക്കാനും പണം മുടക്കാനും ആളുണ്ടെങ്കിൽ, പേര് പറയാൻ ആളുണ്ടെങ്കിൽ വേദികളുമായി. പക്ഷേ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ നാം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുക, മറ്റു മതസ്ഥരെയും കൂടെ ഉൾക്കൊള്ളുക, മറ്റുള്ളവരുടെ വികാരം കൂടെ മാനിക്കുക. അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പരസ്യമായി നമ്മൾ ഒറ്റപ്പെടുകയും തല്ലേൽക്കേണ്ടി വരികയും, ചിലർ പ്രസംഗിച്ചിട്ട് പോയാൽ മതി, അതിന് ശേഷം അതാത് ലോക്കൽ സഭ, പ്രാദേശിക സഭകളും അവിടെ പുറത്തെ ദൈവദാസന്മാരും അത് നിമിത്തമുള്ള ഉപദ്രവം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ദയവ് ചെയ്ത് ഇത്തരത്തിൽ പരിജ്ഞാനമില്ലാത്ത പ്രഭാഷകരെ വേദികളിൽ നിന്ന് ഒഴിവാക്കുക. പ്രസംഗകർ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. കേൾവിക്കാരെ ബഹുമാനിക്കുക, ശ്രോതാക്കളെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുക. ശാസനയും ഗുണീകരണവും എല്ലാം അനിവാര്യമാണ്. അപ്പോൾ തന്നെ പ്രസംഗകർ അഹങ്കാര ഭാഷയോടുകൂടി, അധികാര ഭാഷയോടുകൂടിയും സംസാരിക്കുന്ന പ്രവണത ഈ കാലത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. അത് നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളെ ജനം വേണ്ടാന്ന് വയ്ക്കും.